മരണത്തിന്റെ വ്യാപാരികൾ ആര് എന്നുള്ളതാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസിന്റെ പ്രതിനിധി, നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് ആണ് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് CPIM കേന്ദ്രങ്ങൾ, ഇടതു കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. അല്ല ബിനിൽ, നോക്കൂ, ആരാണ് ഈ മരണത്തിന് കാരണക്കാരൻ എന്നുള്ളത് നോക്കണ്ടേ. നാണമുണ്ടെങ്കിൽ ഇവരുടെ മുൻ നേതാവ് അച്യുതാനന്ദന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സംസ്ഥാന സെക്രട്ടറിക്കോ വനം വകുപ്പ് മന്ത്രിക്കോ ഉണ്ടെങ്കിൽ, കമാൻ ഒരു അക്ഷരം മിണ്ടാതെ നിശബ്ദത പാലിക്കേണ്ട സമയമാണ്. കാരണം വനം വകുപ്പിന്റെയും ഈ സർക്കാരിന്റെ പരാജയം കാരണം ഈ സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെടുന്നവർ, വനം വകുപ്പിനാൽ കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നിലമ്പൂര് മാത്രമല്ല, നമ്മുടെ നാട് കോട്ടയത്ത്, തൊടുപുഴയിലൊക്കെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾക്ക് സ്വൈര്യവികാരം നടത്താൻ സാധിക്കാത്ത രീതിയിൽ വന്യജീവി ആക്രമണം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വനമന്ത്രി എന്താ ചോദിച്ചത്? ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നാണ് ചോദിച്ചത്. നോക്കൂ, വനം വകുപ്പിന്റെ ഉത്തരവാദിത്വം. ഈ വിഷയത്തെ പറ്റി അതിലേക്ക് നമുക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഈ വിഷയത്തെ പറ്റി മിണ്ടാതിരിക്കുകയാണ് മാന്യത ഉണ്ടെങ്കിൽ വേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ താങ്കൾ. യഥാർത്ഥത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് അല്ലേ, UDF അല്ലേ? ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ഇത് KSEBയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി രാത്രി തന്നെ പ്രതിഷേധവുമായി ഇറങ്ങിയത് കോൺഗ്രസ് അല്ലേ? തീർച്ചയായും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു വന്യജീവി ആക്രമണം എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള ഒരു മരണം ഉണ്ടാവുന്നു. എന്താണ് സാധാരണ പ്രതിപക്ഷം ചെയ്യുക? പ്രതിഷേധവുമായി രംഗത്തുണ്ടാവും. ഞങ്ങൾ ഇനിയും അതുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവരുടെയും കാര്യങ്ങളിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തുണ്ടായിരുന്നു. നോക്കൂ, ഒരു കടുവയാൽ ആക്രമിക്കപ്പെട്ട സ്ത്രീ, അവരുടെ മരണം നടക്കുന്ന സമയത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നു സർക്കാർ. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ട ഒന്നാമത്തെ ആൾ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയാണ്. അയാൾ അതിൽ പങ്കെടുക്കാതെ നാട്ടിലേതോ ഒരു പാട്ട് സവാരി കൂടാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ആ പാട്ട് സവാരി കൂടാൻ പോയ സമയത്തും അവിടെ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണെന്നേ. ഇനിയും ഉണ്ടാകും. വന്യജീവി ആക്രമണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതു പ്രതിസന്ധി ഉണ്ടായാലും ജനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തിന്റെ ജനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയ ധർമ്മമാണ്, പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. പക്ഷേ അപ്പോൾ തന്നെ അതൊരു അപക്വമായിട്ടുള്ള പ്രതികരണമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ KSEB കുറ്റപ്പെടുത്തിക്കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ചാടി ഇറങ്ങിയത് ഒരുപക്ഷെ അത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ലേ? ഒരിക്കലുമില്ലല്ലോ. കാരണം ആദ്യം അറ്റ് ഹാൻഡ് ഇൻഫർമേഷനിലാണ് നമ്മൾ പ്രതികരിക്കുക. നിങ്ങളുടെ അടക്കം ആർക്കൈവ്സ് എടുത്ത് നോക്കിയാൽ മതി. ആദ്യഘട്ടത്തിലെ മാധ്യമങ്ങളുടെ അടക്കം പ്രതികരണം ആ രീതിയിലായിരുന്നു. നോക്കി, ഇന്ന് അവിടെ മരണപ്പെട്ട കുട്ടിയുടെ മാതാവ് തന്നെ പറയുന്നുണ്ട്, ഈ ഇലക്ട്രിസിറ്റി മോഷണവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ KSEBയിൽ പരാതി കൊടുത്തിരുന്നു. അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അവിടുത്തെ സാധാരണക്കാർ, പ്രദേശവാസികൾ, ഗ്രാമവാസികൾ, ഇതാണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ്, ആ 2 ആഴ്ച മുമ്പ് പരാതി വന്നപ്പോൾ KSEB അന്വേഷിച്ചിരുന്നോ? സൈറ്റ് വിസിറ്റ് നടത്തിയിരുന്നോ? അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. നോക്കൂ, വനം വകുപ്പ് മന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കോൺഗ്രസിന്റെ മേൽ കടന്നു കയറാനുള്ള, കുതിര കയറാനുള്ള ഈ ആർജവമുണ്ടല്ലോ, ഇതിന്റെ 1000-1 മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. കഴിഞ്ഞ ബഡ്ജറ്റിൽ 25 കോടി രൂപയാണ് ബിനിൽ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? വന്യജീവികളെയും മനുഷ്യരെയും തമ്മിൽ സഹവസിപ്പിക്കാനുള്ള പദ്ധതി എന്നാണ് അതിന്റെ പേര്. 25 കോടി രൂപ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചു. ഏത് വെള്ളാന തിന്നു എന്ന് പറയണ്ടേ? 400 കോടി രൂപയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. 256 കോടി രൂപ ലാപ്സായി പോയി. എവിടെയാ ഇവിടുത്തെ പക്ഷേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതൊരു വന്യജീവി ആക്രമണമല്ലല്ലോ. വന്യജീവിയെ വേട്ടയാടുന്നതിന് വേണ്ടി വിനീഷ് എന്ന് പറയുന്ന പ്രതി അവിടെ ഒരുക്കിയിരുന്ന ഒരു കെണിയാണ്. അയാൾ യഥാർത്ഥത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതെങ്ങനെയാണ് വനംവകുപ്പിന്റെ തലയിലേക്ക് വരിക? യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണമല്ലല്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കാട്ടുപന്നി ശല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ LDF വിജയരാഘവൻ ചോദിക്കുന്നതനുസരിച്ച് പഞ്ചായത്തിന് അനുമതി നൽകിയിട്ടുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അനുമതി നൽകിയിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ, വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാലോ. എന്ന് തൊട്ടാണ് ആ അനുമതി കൊടുത്തത്? ബിനിൽ, എന്റെ നാട് എരുമേലിയിൽ അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ, 68 വയസ്സുള്ള ഒരു വീട്ടുടമസ്ഥനെയാണ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വെട്ടെല്ലാം കഴിഞ്ഞ് വന്ന് പത്രം വായിക്കുകയാണ്. കാട്ടുപോത്ത് കുത്തിയിട്ട് പോയത്. ഒടുക്കം ഇവര് റവന്യൂ ഉദ്യോഗസ്ഥർ വരുന്നു, കളക്ടർ വരുന്നു, എല്ലാവരും വന്നിട്ട് ആരാണ് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അല്ല, ഞാൻ കാട്ടുപന്നിയുടെ കാര്യമാണ് പറഞ്ഞത്. കാട്ടുപന്നിയുടെ കാര്യത്തിൽ വെടിവെക്കാൻ ഉത്തരവുണ്ടല്ലോ. തീർച്ചയായും കാട്ടുപന്നിയുടെ അടക്കമുള്ള കാര്യം. അപ്പൊ അങ്ങ് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെടുക എന്നാണ്. നോക്കൂ, ഇലക്ട്രിക് ഫെൻസിങ് നടത്താൻ, വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ്ങും കാനക്കിടങ്ങുകളും നിർത്താനാണ് ഈ കോടികൾ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നത്. എവിടം വരെ എത്തി?
ഒരു വൈറ്റ് പേപ്പർ അതുമായി അല്ല, ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് വിനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ പന്നികളെല്ലാം പിടിച്ച് ഇറച്ചിക്ക് വിൽക്കുന്ന ഒരാളാണ്. അയാൾ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അവിടെ എങ്ങനെയാണ് വനം വകുപ്പ് ആ കാര്യത്തിൽ പ്രതിയാവുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമായ ഫെൻസിങ് നടത്തിയാൽ മറ്റൊരാൾക്ക് ഈ വേട്ടയാടാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. ഈ പറയുന്ന ഇയാൾ ഈ അങ്ങ് പറയുന്ന നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയിരിക്കുന്നത് കാട്ടിൽ കയറിയല്ല, ഫോറസ്റ്റ് മേഖലയിൽ കയറിയല്ല. അത് ഈ പന്നികൾ ഇവിടേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് അവർക്ക് പിടിക്കാൻ സാധിക്കുന്നത്. ഞാൻ അപ്പൊ അങ്ങ് ന്യായീകരിച്ചു എന്ന് പറയരുത്. നോക്കൂ, ഈ പറയുന്ന വ്യക്തിയെ അടക്കം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കോൺഗ്രസ് ഗൂഢാലോചന നടത്തി ഒരാളെ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഫോഴ്സ്ഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മിനിമം മര്യാദയില്ലാത്ത, പൊളിറ്റിക്കൽ മാന്യതയില്ലാത്ത ആർജവവുമായി എടുത്തു ചാടിയതാരാണ്? വനംവകുപ്പ് മന്ത്രിയല്ലേ? ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഇയാൾ പിടിയിലായ പ്രതി കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ? CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് ഇയാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്ത ആളാണെന്നാണ്. ഇത് വിനീഷിന്റെ, അതായത് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഏതായാലും കോൺഗ്രസ്സുകാരൻ ചുമപ്പൻ കൊടിയെ നോക്കി അഭിവാദ്യം ചെയ്യുന്ന ചിത്രം ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ, ശരീരത്തിൽ ഒഴുകുന്ന ചോര പോലെ മനസ്സിലെ വികാരവും ചുമന്ന് തന്നെ ഇരിക്കും എന്നാണ്. അങ്ങനെ ചുമന്നിരിക്കുന്ന ഒരാൾ കോൺഗ്രസ് ആണെങ്കിൽ ഓക്കെ. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വനം വകുപ്പ് മന്ത്രിയുടെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഈ പറയുന്ന ട്രാപ്പ് ഉണ്ടാക്കി ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസ് ആണല്ലോ. ആരാ ഇവിടെ ഭരിക്കുന്ന? കോൺഗ്രസ് ആണോ? കേന്ദ്രവും കേരളവും ഭരിക്കുന്ന കോൺഗ്രസ് ആണോ? ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനത്ത് ആ കസേരയിൽ ഒരു വാഴയെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെ കേസെടുക്കാൻ പറ. കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിക്കെതിരെ കേസെടുക്കാൻ പറയുന്നേ, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ പറയൂ, തെളിവ് മുമ്പിൽ കൊണ്ടുവരാൻ പറയൂ. മാനനഷ്ടത്തിനുള്ള കേസ് നേരിടേണ്ടി വരും വനം വകുപ്പ് മന്ത്രി വരും ദിവസങ്ങളിൽ. കോൺഗ്രസിനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാതെ, അതായത് നമ്മൾ ഈ പണിക്കാരൻ കൊള്ളത്തില്ലാത്തതിന് പണിയായുധത്തെ കുറ്റം പറയുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്റെ കയ്യിൽ വനം വകുപ്പ് നിൽക്കാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വന്യജീവി ആക്രമണം ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്നതുകൊണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നും അത് ചർച്ച ചെയ്യപ്പെട്ടാൽ നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിന്റെ പാപഭാരം തന്റെ ചുമലിൽ പേറേണ്ടി വരുമെന്നും മനസ്സിലാക്കിയതിന്റെ പുറത്ത് വനം വകുപ്പ് മന്ത്രി ഒരു ദിവസം രാവിലെ ഒരു പ്രത്യേക സ്റ്റോറിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ചെയ്തതാണ് ഏത്, ഞങ്ങൾ കെണി ഉണ്ടാക്കി അവിടെ ഒരു കുട്ടിയെ ബലി. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപേ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് മന്ത്രിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് അല്ലേ, UDF അല്ലേ? ആ കുട്ടി മരിച്ച കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ ഇതൊരു സർക്കാർ സ്പോൺസേഡ് മർഡർ ആണ് എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അല്ലേ? സ്ഥാനാർത്ഥി എന്ന് അത് ആവർത്തിച്ചു. തീർച്ചയായും ഞാൻ ഒരു കാര്യം അങ്ങോട്ട് വളരെ കൃത്യമായി പറഞ്ഞു. കോൺഗ്രസ് എന്നല്ല, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ ആത്മാർത്ഥതയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഉത്തരവാദിത്തമാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ജനകീയ സമരങ്ങളുമായി ഇറങ്ങുക എന്നത്. അല്ല, ഞങ്ങൾ എന്താ കൈയും കെട്ടി വീട്ടിൽ പോയിരിക്കണമോ? അങ്ങനെ ഒരു ജനകീയ പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ അതാണോ ഞങ്ങളുടെ ഉത്തരവാദിത്തം? കുറച്ചു കാലങ്ങളായി CPM-ന് സമരങ്ങളോട് വലിയ പുച്ഛമാണ്. അവർ കുറെ കാലങ്ങളായല്ലോ സമരമൊക്കെ ചെയ്തിട്ട്. ഏതെങ്കിലും നല്ല വികസന പ്രവർത്തികൾ വരുമ്പോൾ അതിന്റെ മുമ്പിലേക്ക് കൊടിയുമായി ചാടാനല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ CPM-ന് അറിയില്ല, ഇതുവരെ അവർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ശശീന്ദ്രൻ അങ്ങനെയല്ലല്ലോ, CPM അല്ലല്ലോ, അയാൾ മറ്റൊരു പാർട്ടിയുടെ നേതാവല്ലേ. അയാൾ ഒരു ദിവസം രാവിലെ ഗൂഢാലോചന ആരോപിക്കുകയാണ്. നോക്കൂ, ഗുരുതരമായ കുറ്റകൃത്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, ഈ സംസ്ഥാനത്തെ ഒന്നാമത്തെ പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്തിലാണ്? മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആ മന്ത്രിസഭയിലെ ഒരു അംഗം രാവിലെ നിങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തകരോട് എന്ത് ഡേറ്റയുടെ പുറത്താണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഞങ്ങൾ സർക്കാർ സ്പോൺസേഡ് മരണമാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഞങ്ങളുടെ കയ്യിൽ ഡേറ്റകളുണ്ട്. ഈ വർഷം ആരംഭിച്ച് ഇതുവരെ എത്ര വന്യജീവി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ മാറ്റിവെച്ച കോടികൾ ആര് വിഴുങ്ങിയിട്ടുണ്ട്, എത്ര കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയത് ലാപ്സ് ആയി പോയത്? അതിന്റെ കാരണം എന്താണ്? ആനക്കിടങ്ങ് പടങ്ങാൻ വേണ്ടി വയനാട്ടിലേക്ക് 25 കോടി കൊടുത്തു. ആനക്കിടങ്ങ് പോയിട്ട് ഈ മറ്റേ കുഴിയാനക്കിടങ്ങ് പോലും അവിടെ പണിയാൻ സാധിച്ചിട്ടില്ല. ഇതടക്കമുള്ള വലിയ കൃത്യവിലോപം, ഇതടക്കമുള്ള വലിയ ഭരണപരാജയം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും 1972 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ച വന നിയമം അല്ലെങ്കിൽ അതിന് കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഭേദഗതി, അതിനൊടുവിൽ നരേന്ദ്രമോദി സർക്കാർ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഭേദഗതിയാണ് ഈ വിധത്തിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതെന്നുള്ളതാണ് CPIM പറയുന്നത്. അത് കേന്ദ്രത്തിന്റെ നിയമമായിരുന്നു, അത് ഉണ്ടാക്കി വെച്ചത് നിങ്ങളല്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. എല്ലാ ഭരണപരാജയത്തിലും ആരാനെ പഴിക്കുക എന്നുള്ള നടപടിയാണ് അവരുടേത്. നോക്കൂ, ഞാൻ ചോദിച്ചത് ഇലക്ട്രിക് ഫെൻസിങ് അടക്കം. ഇപ്പൊ ബിനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വയനാടും ഈ പറയുന്ന കുമളിയിലും ഒക്കെ പൊതുനിരത്തിൽ ആന ഇറങ്ങുമ്പോൾ അവിടുത്തെ പ്രൈവറ്റ് റിസോർട്ടുകളിൽ ഇതൊന്നും ബാധകമല്ല. അവിടുത്തെ പ്രൈവറ്റ് റിസോർട്ടുകൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? അവർ ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നു.
അവർ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതായത് വന്യജീവികൾ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. സ്വാഭാവികമായും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശാസ്ത്രീയമായ നടപടികളുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ബഡ്ജറ്റിലും എഴുതിത്തള്ളുന്ന കോടികളുള്ളത്. ആ കോടികൾ എങ്ങോട്ട് വിഴുങ്ങുന്നു, ഏത് വെള്ളാനകളാണ് അത് കഴിച്ച് തടിക്കുന്നത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ. അപ്പോൾ സർക്കാരിന് അത് ചെയ്യാൻ സാധിക്കാതെ, ഒരു കാര്യം കൂടി, ആ സർക്കാരിന് അത് ചെയ്യാൻ സാധിക്കാതെ വനം വകുപ്പ് മന്ത്രിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഫോൺ വിളിക്കാനും ഒക്കെയാണ് താല്പര്യമെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു ഗാനമേള ട്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന് അവിടെ പ്രക്ഷോഭിക്കാൻ സാധിക്കും. ഇവിടെ ഇനിയും ഇരുന്നാൽ ജനം കമ്പും കല്ലുമായി വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് അടുത്തു വരുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. ശരി, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയത്.